ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് സിമ്പിളായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ പഠിച്ചാലോ? ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു 4x4 സൈസ് മിനി ഫ്രെയിമിൻ്റെ എഡിറ്റിംഗാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്യാൻവ ആപ്പിൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പണായി വരും. അതിൽ കസ്റ്റം സൈസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിലിപ്പോൾ വിഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ എനിക്ക് റീസെൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കസ്റ്റം സൈസ് വരുന്നുണ്ട്. നമ്മളതൊന്നും അല്ല എടുക്കേണ്ടത്. ഒരു 3 ബോക്സായിട്ടാണ് വരുന്നത്. അതിൽ ഈ PX, ഇന്ന് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ച്, സെൻറ്റിമീറ്റർ, പിക്സൽ, അങ്ങനെ അതിൻ്റെ ഒരു ഇത് വരുന്നത്. നമുക്കിപ്പോൾ ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ IN സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വിഡ്ത്തും ഹൈറ്റും 4x4 അല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4x4 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ഓപ്പണായി വരും. അത് 4x4 സൈസാണ്. അതിൽ നമുക്ക് താഴെ വരുമ്പോഴത്തേക്ക് ഗ്യാലറി കിടപ്പുണ്ട്. ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോട്ടോസൊന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ച്, ഇപ്പോൾ 4x4 ആകുമ്പോൾ ഒരു സമചതുരമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ക്രോപ്പ് ചെയ്ത് കട്ടായി പോവും. നമ്മളത് ക്രോപ്പ് ചെയ്ത് മാക്സിമം പറ്റുന്ന രീതിയിൽ വലിച്ച് നീട്ടി വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഈ 4x4 സൈസ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നിർത്തിയിട്ടെടുക്കണം. 4x4 എന്നല്ല, ഏതൊരു ഫോട്ടോ, ഒരു സിംഗിൾ ഫോട്ടോ ആണെങ്കിൽ പോലും അതിൽ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നിർത്തിയിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇപ്പോൾ 4x4 നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു അളവിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ അത് നമ്മുടെ ഒരു രീതിക്ക് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതിൽ ഞാൻ കൂടുതലായിട്ടും ഈ വൈറ്റ്സും പിന്നെ ബ്രൈറ്റ്നസ്സും ഒക്കെയാണ് ഞാനതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഈ പിക്ക് നമുക്ക് ഏറ്റവും മുകളിലൊരു ആരോ മാർക്കുണ്ട്, അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. തീർന്നില്ല, അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പോയിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിലൊരു ഡിലീറ്റ് ഓപ്ഷൻ വരും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഗ്യാലറിയിൽ വന്നിട്ട് നമുക്ക് ആ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇല്ല, ക്യാൻവ എന്നൊരു ഓപ്ഷൻ വരുമല്ലോ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ വീണ്ടും എടുത്ത് നമ്മൾ വയ്ക്കുകയാണ് ആ ഒരു പേജിലോട്ട്. അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് നിർത്തിയിട്ട് ഉള്ള ഫോട്ടോ ഇല്ല, അത് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കൊരു ബോർഡർ കൊടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരുപാട് ബോർഡറിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ചെറിയ കട്ടായിട്ടുള്ളതുണ്ട്, വലുതുണ്ട്, പിന്നെ ഒറ്റ ഒരു ലൈനായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് ഏതാ ഭംഗിയെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒറ്റ ലൈൻ വരുന്നതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ മിനി ഫ്രെയിമൊക്കെ കാണാറില്ലേ, അപ്പോൾ അത് എടുത്ത് നമുക്ക് എത്ര ഒരു ബോർഡറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വലുപ്പം എടുത്തിട്ട് നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് നോർമലി എങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലായിട്ടാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ മെയിൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ തന്നെ നമ്മൾ ആ എഡിറ്റിംഗ് ഓപ്ഷനിൽ തന്നെ ഗ്യാലറി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഫോട്ടോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ കസ്റ്റം സൈസിൽ നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. A4 സൈസ്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, 4x4 സൈസ്, 5x5, A3, അങ്ങനെ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ പിക്സൽ വേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇഞ്ച് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ. നമ്മൾ മാക്സിമം ഇഞ്ചാണല്ലോ നമ്മളെല്ലാ ഫ്രെയിമിനും. പിന്നെ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വല്ല താങ്ക്സ് കാർഡോ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് അങ്ങനെയൊക്കെ ഉള്ളതിനാണ് സെൻറ്റിമീറ്റർ നമുക്ക് കൂടുതലും വേണ്ടത്. അല്ലാതെ നമുക്ക് ആവശ്യമില്ല സെൻറ്റിമീറ്റർ. പിന്നെ നമുക്ക് ഈ ക്യാൻവയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു ക്രാഫ്റ്ററാണ് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരാണ്, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഏറ്റവും പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.